പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻസി വലിയൊരു പരാജയമായ ഒരു മത്സരമായിരുന്നു. ഒന്നാമത്തെ ഓവറിൽ തന്നെ കളി തീരണ്ടായിരുന്നു. കാരണം പിന്നെ അവിടെ അഭിഷേക് ശർമ്മയുടെ ആ ക്യാച്ച്, പിന്നെ അത് സഹിബ്സാദ ഫർഹാന്റെ ക്യാച്ചാണത്. പിന്നെ സഹിബ്സാദ കടന്ന് അടിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഷോ ഒക്കെ 50ക്ക് ശേഷം നമ്മൾ കണ്ടു എന്നുള്ളതാണ്. 26 മത്സരങ്ങളാണ് ടൂർണമെന്റുകളിൽ T20 ബുംറ കളിച്ചിട്ടുള്ളത്. അതിൽ 2 തവണ മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ, ഒന്ന് പുള്ളിയത്. IPL കണ്ടപ്പോൾ നമ്മളിതൊരു IPL വണ്ടർ എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ സംശയിച്ചില്ല. പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അതേ ഒരു ഫോം IPL യുവരാജിന്റെ ശിഷ്യനാണ്. കുറെ കാലത്തിന് ശേഷം കുറെ ഹീറ്റഡ് മൊമെന്റ്സ് കണ്ടൊരു മത്സരമായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഹാരിസ് റൌഫിന്റെ സാധനം, ഷെയ്ൻ അഫ്രീദിയും ഗില്ലും തമ്മിലുള്ള സാധനം, ഫിയർലെസ് സമീപനം അദ്ദേഹം കൺസിസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യുന്നു. നമ്മൾ ഗെയിലിന്റെ ഒക്കെ പ്രൈം കാലഘട്ടം ഇദ്ദേഹം ഓർമ്മിക്കുന്നത്. കാരണം സങ്കടം തോന്നിയത് സഞ്ജു സാംസൺ നിരാശപ്പെട്ടു. കഴിഞ്ഞ ഇന്നിംഗ്സ് പോലും വളരെ സ്ലോ, കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. നമസ്കാരം, ടാക്ടിക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഏഷ്യ കപ്പിലെ സൂപ്പർ സൺഡേ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഒരിക്കൽ കൂടി ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 6 വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം. പാകിസ്ഥാൻ ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം 7 പന്ത് ബാക്കി നിർത്തി ഇന്ത്യ മറികടന്നു. അഭിഷേക് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നമുക്കൊപ്പം MSK ഉണ്ട്, ഒപ്പം തന്നെ ഹാരിസുമുണ്ട്. MSK, ഒരു സൂപ്പർ സൺഡേ പോരാട്ടം ഒരിക്കൽ കൂടി ഒരാഴ്ചക്കുള്ള ഇടവേളയിൽ പാകിസ്ഥാനെ വീണ്ടും ഇന്ത്യ തോൽപ്പിച്ചിരിക്കുകയാണ്. എത്രമാത്രം ആധികാരികമായിരുന്നു ഇന്ത്യയുടെ പ്രകടനം? തീർച്ചയായിട്ടും നമ്മളത് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ ഒരിക്കലും ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ഒരു എതിരാളികളില്ല, ഇന്ത്യക്ക് പോകുന്നൊരു എതിരാളികളില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരങ്ങളിൽ ഇന്ത്യ ജയിച്ചു. പാകിസ്ഥാൻ ഒരുപാട് വിവാദങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു ഇന്ത്യൻ്റെ ജയം എന്ന് പറയുമ്പോൾ വളരെ ആധികാരികമായിട്ടുള്ള ജയമാണ്. ഇന്ത്യയുടെ ഓപ്പണേഴ്സ് നല്ല തുടക്കം നൽകി. ശുഭ്മാൻ ഗില്ലും അഭിഷേകും ഒക്കെ നല്ല തുടക്കം നൽകി. അതിനുശേഷം പാകിസ്ഥാൻ കളിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എന്നാലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുമ്പോൾ അവസാനം ഇറങ്ങുന്ന അക്ഷർ പട്ടേൽ ഇറങ്ങാനുണ്ട്. അപ്പം അത്രയും ഡെപ്ത് ഉള്ള ബാറ്റിംഗ് നിരയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻസി വലിയൊരു പരാജയമായ ഒരു മത്സരമായിരുന്നു. ഇപ്പോൾ സൽമാൻ അലി ആഗ എന്നുള്ള ക്യാപ്റ്റൻ, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി സ്കിൽ എത്രത്തോളം ഈ കളിയിൽ പാകിസ്ഥാനെ പിന്നോട്ട് വലിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. കാരണം പാകിസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുമ്പോൾ ഈ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരിൽ സെഞ്ചുറി അടിച്ച ഒറ്റൊരാളേ ഉള്ളൂ. ഫക്ർ സമാൻ പോലും സെഞ്ചുറി അടിച്ചിട്ടില്ല. ആകെ മുഹമ്മദ് ഹാരിസ് മാത്രമാണ് ഒരു സെഞ്ചുറിയൻ ഈ പാകിസ്ഥാൻ ടീമിൽ. ഇന്ത്യയിൽ നോക്കുമ്പോൾ സൂര്യകുമാർ യാദവ് 4 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, സഞ്ജു സാംസൺ 3 അടിച്ചിട്ടുണ്ട്, അഭിഷേക് 2 അടിച്ചിട്ടുണ്ട്, തിലക് വർമ്മ 2 അടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഒരുപാട് സെഞ്ചുറിമാരുള്ള സമയത്ത് പാകിസ്ഥാനിലെ ഏക സെഞ്ചുറിയനാണ് മുഹമ്മദ് ഹാരിസ്. പക്ഷെ മുഹമ്മദ് ഹാരിസിന് ഇന്ന് ബാറ്റിങ്ങിന് പോലും അവർ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഈ നവാസ് ഇറങ്ങിയ ഒരു പൊസിഷനിൽ ഹാരിസ് ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു 200ന്റെ അടുത്തെങ്കിലും റൺസ് അവർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ബാറ്റിംഗ് ലൈനിൽ 18 ഓവറിന് ശേഷമുള്ള വിക്കറ്റ് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിന് മുമ്പത്തെ മത്സരങ്ങളിൽ 15 സിക്സ് പാകിസ്ഥാൻ അടിച്ചതിൽ 7 എണ്ണവും അടിച്ചിരിക്കുന്നത് ഷഹീൻ ഷാഫ്രീദിയാണ്. അതൊരു ഗതികേടാണ്. എന്ന് പറഞ്ഞാൽ ഷഹീൻ ഷാഫ്രീദി ഒരു ബോളറാണ്. അവരുടെ പിന്നെ മൊത്തം ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ബാറ്റർമാർ ഇനിയും ബാക്കി നിൽക്കുന്ന സമയത്ത് അവസാനം സ്കോർ വരാൻ ഒരു ബോളർ ഇറക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഗതികേട്. പക്ഷേ അവിടെ ഒരു ഹിറ്റർ ആവശ്യമുണ്ടായിരുന്നു. കാരണം 6 അടിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഹിറ്റിങ്ങിന് അബിലിറ്റി ഉള്ള ഹാരിസിനെ ഇറക്കാത്തത് ഭയങ്കര മിസ്റ്റേക്ക് ആണ്. കാരണം അത്രയും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ IPL മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് 2010 IPL ഫൈനൽ ഉണ്ടായിരുന്നു. ആ IPL ഫൈനലിൽ ഇതേപോലെ തന്നെ ചെന്നൈ ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നു, 168 റൺസ് അടിക്കുന്നു. അതിനുശേഷം മുംബൈ ഇന്ത്യൻസ് അത് ചേസ് ചെയ്യാൻ ഇറങ്ങുന്നു. ആ സമയത്ത് സച്ചിൻ ഉൾക്കറായിരുന്നു ക്യാപ്റ്റൻ. സച്ചിൻ ആ സമയത്ത് പൊള്ളാഡിനെ വൈകി ഇറക്കാൻ വേണ്ടി പൊള്ളാഡിനെ 6-ാമനായിട്ടോ 7-ാമനായിട്ടോ അങ്ങനെയാണ് പൊള്ളാഡിനെ ഇറക്കിയത്. അതിനുമുമ്പ് ഹർഭജൻ സിംഗിനെ ഇറക്കുന്നു, സൗരവ് തിവാരി ഇറക്കുന്നു. ആ സമയത്ത് ഇക്വേഷൻ കുറഞ്ഞ പന്തുകൾ ഒരുപാട് റൺസ് വേണ്ടിയിരുന്ന ഒരു സമയത്താണ്. അപ്പോൾ എനിക്കൊന്ന് അതേപോലത്തെ ഒരു ബ്ലണ്ടറാണ് ഇന്ന് സൽമാൻ അലി ആഗ എന്നുള്ള ക്യാപ്റ്റൻ ഈ ഒരു മത്സരത്തിൽ കാണിച്ചിരിക്കുന്നത്. ഹാരിസിനെ വൈകി ഇറക്കുന്നു. അത് വൈകി ഹാരിസിന് ബാറ്റ് പോലും കിട്ടുന്നില്ല. ബാറ്റിംഗിൽ ഫോമിലുള്ള ഷഹീൻ ഷാഫ്രീദിക്ക് പിന്നെ അദ്ദേഹത്തെയും നേരത്തെ ഇറക്കുന്നില്ല, പകരം ഇദ്ദേഹം തന്നെ ഇറങ്ങുന്നു. അതിനു മുമ്പ് നവാസ് എന്നുള്ള താരത്തിന് ഇറക്കുന്നു. അവരുടെയൊക്കെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 120, 110 സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻസി ഒരു വലിയൊരു പ്രശ്നമായി നിന്നൊരു മത്സരമായിരുന്നു. ഇപ്പോ പതിവില്ലാതെ ഇന്ത്യൻ ഫീൽഡർമാര് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായി. 4 ക്യാച്ചുകൾ എന്ന് വിട്ടു. ഒപ്പം തന്നെ ബുംറ 40-ൽ കൂടുതൽ, നമ്മൾ തീരെ കാണാത്ത കാഴ്ചയാണ്. ഒരു T20യിൽ അദ്ദേഹം 40-ൽ കൂടുതൽ 45 റൺസാണ് 4 ഓവറിൽ വഴങ്ങിയിട്ടുള്ളത്. വരുൺ ചക്രവർത്തിക്ക്
11 മത്സരത്തിന് ശേഷം വിക്കറ്റ് കിട്ടാത്ത ഒരു മത്സരം പിറക്കുന്നു. അത്തരത്തിൽ ഇന്ത്യയുടെ ബൗളിങ്ങും ഫീൽഡിംഗ് നോക്കുമ്പോൾ കുറച്ച് നിരാശയുള്ള ഘടകം തന്നെയാണ്. തീർച്ചയായും ഒന്നാമത്തെ ഓവറിൽ തന്നെ കളി തീരണ്ടായിരുന്നു. കാരണം പിന്നെ അവിടെ അഭിഷേക് ശർമ്മയുടെ ആ ക്യാച്ച്, പിന്നെ അത് സഹിബ്സാദ ഫർഹാന്റെ ക്യാച്ചാണത്. പിന്നെ സഹിബ്സാദ കടന്ന് അടിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഷോ ഒക്കെ 50ക്ക് ശേഷം നമ്മൾ കണ്ടു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പിന്നെ സായിം അയ്യൂബിന്റെയാണ് ഇന്നത്തെ മത്സരം നോക്കി കഴിഞ്ഞാൽ. ഫക്കർ സമാനാണ് ഓപ്പണിംഗ് അവർ പിന്നെ പരീക്ഷിച്ചത്. സാധാരണ സായിം അയ്യൂബ് പിന്നെ തുടർച്ചയായി അടക്കാവുന്നു എന്നിട്ട് സായിം അയ്യൂബിന് 100 പൊസിഷൻ കൊടുക്കുന്നു. ചേഞ്ച് സായിം അയ്യൂബ് 4 റൺസിൽ നിൽക്കുന്ന സമയത്താണ് കുൽദീപ് യാദവ് ക്യാച്ച് കൊടുക്കുന്നതാണ്. അതെ, പിന്നെ 21 റൺസ് എടുത്തു. സെക്കൻഡ് ടോപ്പ് സ്കോറർ സായിം അയ്യൂബാണ്. അതായത് പാകിസ്ഥാന് കിട്ടിയ ലൈഫിലാണ് പാകിസ്ഥാൻ റൺ കയറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ശരിക്കും ഇത്രയും വലിയൊരു സ്കോർ ഒന്നും ഇരുന്നു എന്നുള്ളതാണ്. പിന്നെ ക്യാച്ച് കൊടുത്തത് ഫഹീമിന്റെയാണ്. ബുംറയെ സംബന്ധിച്ച് വരുന്ന സമയത്ത് പവർ പ്ലേയിൽ ബുംറ 30 റൺസിന് മേലെ കൊടുക്കുന്നത്. 11-ലധികം ഇന്ത്യൻ ബോർഡർമാരിൽ 4 ഓവറിൽ 11 മേലെ എക്കോണമിയിൽ കൊടുത്തേക്കുന്നത് ബുംറയാണെന്നുള്ളതാണ്. ആലോചിക്കുന്ന ടീമിലെ ഏറ്റവും പിന്നെ ബെസ്റ്റ് പേസർ, മികച്ച ലോങ് ക്രിക്കറ്റിലെ ഒരു ഭയങ്കര റയറസ്റ്റ് കാഴ്ചയാണ് ടൂർണമെന്റുകളിലേക്ക് വരുമ്പോൾ. 26 മത്സരങ്ങളാണ് ടൂർണമെന്റുകളിൽ T20 ബുംറ കളിച്ചിട്ടുള്ളത്. അതിൽ 2 തവണ മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ, ഒന്ന് പുള്ളിയത്. ഇതില് ശിവൻ ദൂബെ നമ്മൾ എടുത്തു പറയുന്നത്. ശിവൻ ദൂബെയാണ് അതിൽ ക്രൂഷ്യൽ വിക്കറ്റ് 2 എടുത്തേക്കുന്നത്. സായിമിന്റെയും പിന്നെ സൈബ്സാദ ഫർഹാന്റെയും വിക്കറ്റ് ശിവൻ ദൂബെ എടുത്ത. അപ്പോൾ പിന്നെ അതേസമയം പിന്നെ ഇവിടെ സ്പിന്നർമാർ കുൽദീപ് യാദവൊക്കെ ആ ക്യാച്ച് ഡ്രോപ്പിൽ തന്നെ എനിക്ക് ഭയങ്കര ഡള്ള. അഭിഷേക് ശർമ്മ 2 ക്യാച്ച് വിടുന്നുണ്ട്. അഭിഷേക് ഒന്ന് കുറച്ചുകൂടി ശ്രമകരമായിരുന്നാണെങ്കിലും സായിബ്സാദയുടെ ക്യാച്ചൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ പുള്ളി തന്നെ കഴിഞ്ഞ മത്സരത്തിലും ബുംറയ്ക്കെതിരെ 2 സിക്സർ നേടിയിരുന്നു ഇവരുടെ ഓപ്പണർ, പാകിസ്ഥാന്റെ ഓപ്പണർ സൈബ്സാദ ഫർഹാൻ. പിന്നെ ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ചോദിക്കാറുന്നില്ല. അഭിഷേക് ശർമ്മ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെ തന്നെ അതിന്റെ കരിയർ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പോലും അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത്. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് അദ്ദേഹമാണ്, അഭിഷേകാണ്. പതുൻ സിംഗെ മറികടന്നുകൊണ്ട് 1ാം സ്ഥാനത്തെത്തി. T20യിൽ നമ്പർ 1 ബാറ്റർ എന്തുകൊണ്ട് ഞാൻ എന്നുള്ളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില് ഇപ്പൊ ഫർഹാന് 50 അടിച്ച ശേഷം ബാറ്റ് തോക്ക് പോലെയാക്കി ആരാധകർക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു മൊമെന്റുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം അതിർത്തിയിൽ ആക്രമണം മറ്റുകൊണ്ട് അതൊരു പ്രകോപനപരമായ സാധനമായിരിക്കാം. അതിന് നമ്മളൊരു മിസൈൽ ഇട്ടുകൊണ്ടാണ് അതിന് മറുപടി ഇടുന്നത്. അഭിഷേക് ശർമ്മയാണ്. അത് വെടിക്കെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരടിയാണ്. കാരണം അഭിഷേകിന്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് ആണ് നമുക്ക് പറയുന്നത്. 189 മുകളിലുണ്ട്, 181.71 തോന്നുന്നു. അപ്പോൾ അത്രമാത്രം. കാരണം ഇന്ത്യ പവർ പ്ലേയിൽ 69 റൺസാണ് ഇന്ത്യ സ്കോർ ചെയ്യുന്ന പവർ പ്ലേയിൽ. 8.4 ഓവറിൽ ഇന്ത്യ 100 റൺസ് മറികടക്കുന്നു. ഓപ്പണിംഗ് വിക്കറ്റിൽ 105 റൺസ് ഗില്ലും അഭിഷേകും കൂടി ചേർക്കുന്നു. അപ്പോഴേറെ ഇന്ത്യ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു, അനായാസ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അഭിഷേക് 74 റൺസ് എടുത്ത് പുറത്താകുമ്പോഴേക്കും ഇന്ത്യ വിജയത്തിന്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു. പിന്നെ സഞ്ജു ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇന്ന് സഞ്ജുവിന്. അഭിഷേകിന്റെ ഈ സ്ട്രൈക്ക് റേറ്റ് എല്ലാ മത്സരത്തിലും അദ്ദേഹം 30-ന് മുകളിൽ റൺസ് അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ സ്ട്രൈക്ക് റേറ്റ് ആണ് നമ്മൾ IPL കണ്ടത്. IPL കണ്ടപ്പോൾ നമ്മളിതൊരു IPL വണ്ടർ എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അതേ ഒരു ഫോം IPL യുവരാജിന്റെ ശിഷ്യനാണ്. ഒരു 6 ഓവർ പവർ പ്ലേയിൽ നിന്നാ മതി അഭിഷേക്. പക്ഷെ ആ പവർ പ്ലേയിൽ അഭിഷേക് ചേർക്കുന്ന റൺസ് ഇന്ത്യൻ സ്കോർ ബോർഡിൽ വലിയ ക്രൂഷ്യൽ റൺസ് ആണ്. ഇന്നൊക്കെ 100 റൺസിന് ശേഷമാണ് ആദ്യ വിക്കറ്റ് പോയിക്കുന്നത്. അപ്പോൾ ലോക ക്രിക്കറ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ പന്ത് മുതൽ ഇന്നും അങ്ങനെ തന്നെയാണ് നല്ലൊരു സ്കോർ ഉണ്ടാക്കിയിരുന്നത്. അതിന് കൃത്യം അതിനൊരു പിന്തുടർച്ചയായിട്ട് തന്നെയാണ്. രോഹിത് ശർമ്മയെക്കാളും എനിക്ക് തോന്നുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇദ്ദേഹമാണ് കളിക്കുന്നത്. കാരണം രോഹിത് ശർമ്മ ഒരു കളിയിൽ എങ്ങനെ കളിക്കുകയാണെങ്കിൽ അടുത്തതിൽ രോഹിത് ശർമ്മ പെട്ടെന്ന് ഔട്ടാവുന്നൊരു ഫിയർലെസ് സമീപനം. ശരിക്കും ഫിയർലെസ് സമീപനം അദ്ദേഹം കൺസിസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ കോൺഫിഡൻസ് മൊത്തം കളിയാണ്. അപ്പോ വേറെ റെക്കോർഡ് കൂടി അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. 2 കളിയിൽ T20യില് തുടർച്ചയായിട്ട് 2 കളിയിൽ ആദ്യ പന്ത് 6 അടിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ ബാറ്റർ ആയിരിക്കുകയാണ്. നമ്മൾ ഗെയിലിന്റെ ഒക്കെ പ്രൈം കാലഘട്ടം ഇദ്ദേഹം ഓർമ്മിക്കുന്നത്. കാരണം ഗെയില് ഒരു സമയത്ത് പിന്നെ IPL ആവട്ടെ, IPL 2012 ആ സമയത്തും വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയൊക്കെ ഗെയില് ഫസ്റ്റ് ബോളിന് 6 അടിച്ച് തുടങ്ങുന്നു. ആദ്യ ഓവർ തന്നെ ഒരു 20 റൺസ് അടിക്കുന്നു. ശരിക്കും ഗെയിലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിക്ക് ജയസൂര്യന്റെ ഒരു പിന്നെ ഈ മത്സരത്തിലേക്ക് കുറെ കാലത്തിന് ശേഷം കുറെ ഹീറ്റഡ് മൊമെന്റ്സ് കണ്ട ഒരു മത്സരമായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഹാരിസ് റൌഫിന്റെ സാധനം, ഷെയ്ൻ അഫ്രീദിയും ഗില്ലും തമ്മിലുള്ള സാധനം. ഹാരിസ് റൌഫ് അഭിഷേക് ശരിക്ക് കോർക്കലിന്റെ വക്കിലെത്തിരുന്നു. എനിക്ക് ആ സമയത്ത് ഓർമ്മ ഹാരിസ് റൌഫ് പണ്ട് ശ്രേയസ് അയ്യർക്കെതിരെ ഒരു പന്ത് വലിച്ചെറിഞ്ഞ് ശ്രേയസ് അയ്യരുടെ ലുക്കും അങ്ങനെ ഒരു സാധനമൊക്കെ ഓർമ്മ വന്നു. കുറെ കാലത്തിന് ശേഷം ഇന്ത്യ പാക് മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷെയ്ഖ് ഹാൻഡ് വിവാദത്തിൽ വേറെ ലൈനിലേക്ക് ഹാരിസ് റൌഫ് ഫീൽഡ് ചെയ്യുന്നത് ബൗണ്ടറി ലൈനിലാണ്. കോഹ്ലി എന്ന് പറഞ്ഞ് തോൽപ്പിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു.
മൊത്തത്തിൽ നോക്കുമ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് സഞ്ജു സാംസൺ നിരാശപ്പെട്ടു. അതെ അതെ അതെ. കാരണം സഞ്ജു കഴിഞ്ഞ ഇന്നിങ്സ് അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചിരുന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ ഇന്നിങ്സ് പോലും വളരെ സ്ലോ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഈ ഇന്നിങ്സിൽ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ സഞ്ജു ശരിക്കും അവിടെ നിന്നാ മതിയായിരുന്നു. മികച്ചൊരു പന്തിലൊന്നുമല്ല പുറത്തായത്. സഞ്ജു പിന്നെ പല പന്തുകളും കണക്ക് ഒരു നല്ലൊരു ബൗണ്ടറി നേടി, പക്ഷെ പല പന്തുകളും കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. തിലകിനൊപ്പം അവസാനം വരെ നിന്നാ മതിയായിരുന്നു. നോട്ടൗട്ടായി നിന്നിരുന്നെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. കുഴപ്പമില്ല, ടീം വിജയിച്ചു. സൂപ്പർ ഫോറിൽ ഇന്ത്യ മികച്ചൊരു വിജയത്തോടു കൂടി തന്നെ സൂപ്പർ ഫോർ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബംഗ്ലാദേശിനെയും ശ്രീലങ്കയും ഒരു പാകിസ്ഥാൻ ഇനിയുള്ള ഭാവി എന്തായിരിക്കും? പാകിസ്ഥാൻ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ കാണാൻ പറ്റുമോ? അടുത്ത 2 മത്സരങ്ങളും ബംഗ്ലാദേശിനെയും ശ്രീലങ്കയും തോൽപ്പിക്കണം. പക്ഷേ ഇന്ത്യക്കെതിരെ ഇന്നൊരു ഒരു പതിവില്ലാതെ ഒരു പോരാട്ട വീര്യം പാകിസ്ഥാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സ്പിരിറ്റ് ആക്ച്വലി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു 13ാമത്തെ ഗുണം കിട്ടുന്നത് ബംഗ്ലാദേശിനായിരിക്കും. ബംഗ്ലാദേശിന് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഫൈനല. ഈ മത്സരം ഒരു 18.5 ഓവർ വരെ പാകിസ്ഥാൻ നീട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും അവരൊരു കംബാക്ക് ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട്. ഹാരിസ് സ്പെല്ല് വളരെ ക്രൂഷ്യൽ ആയിട്ടുണ്ട്. തിലക് വർമ്മയെ നമ്മൾ എടുത്തു പറയേണ്ടതായിരുന്നു. തിലക് വർമ്മ 153 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയാലാണ് അദ്ദേഹം അവസാനം വരെ 3 ബാറ്റർമാരാണ് ഇന്ത്യയിൽ 150 സ്ട്രൈക്ക് റേറ്റിൽ പോയത്. പിന്നെ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഇതേപോലെ ഫസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സഞ്ജു ട്രാക്കിലായി നല്ല 6 ബൗണ്ടറികളൊക്കെ വന്നിട്ടു. പാകിസ്ഥാനെതിരെ അപ്പോ അനായാസമായ ഒരു വിജയത്തോടു കൂടി തന്നെ ഇന്ത്യ സൂപ്പർ ഫോറിലെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ശ്രീലങ്കയും ബംഗ്ലാദേശിനെയും കീഴടക്കിക്കൊണ്ട് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ എത്തട്ടെ, ഇന്ത്യ കിരീടം ചൂടട്ടെ. ഒപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന്റെ പ്രതികരണങ്ങളും മറ്റുമൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്താം. ടാക്ടിക് അവസാനിക്കുകയാണ്. നമസ്കാരം.